ജിൻഡോയെ ഒന്നിനും കൊള്ളില്ല. പവർ ടീമിൽ കയറ്റാൻ കൊള്ളില്ല, ക്യാപ്റ്റൻ ആക്കാൻ കൊള്ളില്ല, ജഡ്ജ് ആക്കാൻ കൊള്ളില്ല, കൂടെ കളിപ്പിക്കാൻ കൊള്ളില്ല, ടീമിൽ കൂട്ടി കളിപ്പിക്കാൻ കൊള്ളില്ല. ഏറ്റവും വൃത്തികെട്ട ഗെയിം കളിക്കുന്നവനാണ്. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എത്ര കാലം ജീവിക്കുവടോ ജിൻഡോ? ഗബ്രി ഇപ്പൊ ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ല, ഇവൻ ആരാണ് ഈ മരപ്പാഴ്? ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം? അല്ല, പ്രേക്ഷകരെല്ലാം കണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഓരോ ദിവസവും ജിൻഡോയ്ക്കെതിരെ കിടന്ന് മെഴുകുന്നതും ജിൻഡോ ഇവനെ ഇപ്പൊ മൈൻഡ് ചെയ്യാത്തതും എല്ലാം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂറും. ആ മനുഷ്യന് കഴിവുണ്ടോ എന്നും എന്തിനു കൊള്ളാമെന്നും ഒക്കെ പ്രേക്ഷകർ തീരുമാനിച്ചോളും. പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കി പ്രണയനാടകവും കളിച്ച് നെഗറ്റീവ് ഗെയിമും കളിച്ച് 3G ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഗബ്രിയാണ്. ഗബ്രി ഇപ്പൊ അവിടെ നിൽക്കുന്നത് വെറും 1.3% പ്രേക്ഷക പിന്തുണയിലാണ്. നെഗറ്റീവ് ഗെയിം കളിച്ച ജുനൈസിനും റിയാസിനും ഉണ്ടായിരുന്ന അത്രയും പോലും പിന്തുണ ഇല്ലാത്തവനാണ് ഇരുന്ന് ചെലക്കുന്നത്. അതിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, അകത്താണ്, ഫോണൊന്നുമില്ല, ഞാനത് മനസ്സിലാക്കുന്നു. ആദ്യം സ്വന്തം ഗെയിമിനെയും പേഴ്സണാലിറ്റി ഒന്ന് സെൽഫ് അസസ് ചെയ്ത് നോക്കിയിട്ട് വേറെ ഉള്ളവർ ഇങ്ങനെയൊക്കെ പറയേ. അങ്ങനെ പറയുന്നതിന് ഒരു എന്താ പറയാ, അന്തസ്സുണ്ട്. നമ്മുടെ മുകേഷ് ഏട്ടന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സുണ്ട്. ഇവൻ ഒരു അന്തസ്സും ഇല്ലാത്തൊരുത്തിന്, ഇവൻ റേസിസവും എല്ലാം തലക്കി പിടിച്ച ഒരുത്തിന് ഇങ്ങനെ ഇരുന്ന ഒരു മനുഷ്യനെ അങ്ങ് താറടിച്ച് സംസാരിക്കുകയാണ്. എന്താ പറയാ, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുകയാണ്. പിന്നെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ചെറിയ രീതിയിൽ ഒരു അടി ഉണ്ടായി ഇന്നലത്തെ ടാസ്കിനെ ചൊല്ലി. ആ ടാസ്കിലെ ലാസ്റ്റ് റൗണ്ടില് പരാജയപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷനിൽ വെച്ചിട്ട് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ അവിടെ ഗെയിം കളിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ. ഒരു ഗെയിമിൽ തോറ്റു പോകുന്നത് ആ സ്പിരിറ്റിൽ എടുക്കാതെ വെറുതെ ഒരു മനുഷ്യനെ മെക്കിട്ട് കയറുന്നത്, അയാളെ ഷൊട്ടാന്നും പിന്നെ എന്താണ് ഷൊണ്ണാന്നും ഒക്കെ വിളിക്കുന്നത് മാസാണെന്നാണ് ജാസ്മിൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഓഡിയൻസ് ഗെയിം കളിച്ച് സപ്പോർട്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ടാണ് ഓരോ ഗുണവധികാരം അടിക്കുന്നത്. ഇപ്പം ഗബ്രിക്കൊന്നും അങ്ങനെ സംസാരിക്കാൻ ഒരു അർഹതയില്ല. അത് പുറത്തിറങ്ങുമ്പോൾ ഗബ്രിക്ക് മനസ്സിലായിക്കോളും, ജാസ്മിനും അത് മനസ്സിലായിക്കോളും. ഇവർ ഇത്രയും ദിവസം പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി ജിൻഡോയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവാണ് ഇപ്പോഴും. ജിൻഡോ നല്ല ഗെയിം കളിച്ച് ഇവരെക്കാൾ എത്രയോ മുകളിലാണ് നിൽക്കുന്നത്. ഇവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും